ആഗോള സാമ്പത്തിക വിപണിയുടെ കണ്ണുകൾ ഇന്ന് അമേരിക്കയിലേക്കാണ്. US ഫെഡറൽ റിസർവിന്റെ സുപ്രധാനമായ പണനയ പ്രഖ്യാപനം ഇന്ന് നടക്കും. ഈ മീറ്റിംഗ് സ്വർണ്ണവിലയെയും ഓഹരി വിപണിയെയും എങ്ങനെ ബാധിക്കും നമുക്ക് പരിശോധിക്കാം. US ഇറാൻ സംഘർഷത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട്. എണ്ണവില കൂടുമ്പോൾ പണപ്പെരുപ്പം ഉയരുന്നു. ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ പലിശ നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ ഫെഡ് കരുതലോടെയുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം ഔൺസിന് $4,600 നിലവാരത്തിലാണ് മുൻപോട്ട് പോകുന്നത്. ഇന്നത്തെ മീറ്റിംഗിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടായാൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരും. പലിശ നിരക്ക് കൂടുമ്പോൾ സ്വർണത്തിന് ഡിമാൻഡ് കുറയുകയും പലിശ കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നതാണ് വിപണിയുടെ രീതി. ഈ മീറ്റിംഗിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ കാലാവധി മെയ് 15 അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അവസാന പലിശ നയ പ്രഖ്യാപനമാണിത്. പവലിന് പകരം കെവിൻ വാർഷ അടുത്ത ചെയർമാനായി വന്നേക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വിപണി വലിയ ആകാംക്ഷയോടെയാണ് കാണുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം US ഫെഡറൽ റിസർവ് ഇത്തവണ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല. നിലവിലെ 3.5% മുതൽ 3.75% വരെയുള്ള നിരക്ക് ഫെഡ് നിലനിർത്തിയേക്കും. അമേരിക്കയിൽ പണപ്പെരുപ്പം ഇപ്പോഴും ലക്ഷ്യമിട്ട 2% താഴാത്തതാണ് ഇതിന് പ്രധാന കാരണമായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ചുരുക്കത്തിൽ ഇന്നത്തെ ഫെഡ് തീരുമാനം നിക്ഷേപകരെ സംബന്ധിച്ച് അതീവ നിർണായകമാണ്. ഫെഡിന്റെ ഈ പണനയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതോടെ ഡോളറിന്റെ മൂല്യത്തിലും സ്വർണ്ണവിലയിലും വരും ദിവസങ്ങളിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് വിപണി നിരീക്ഷകരുടെ വിലയിരുത്തൽ. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.